بسم الله الرحمن الرحيم إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. സൂറത്ത് ആൽ ഇംറാനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 124 മുതൽ 127 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നടത്തിയ സഹായത്തെ സംബന്ധിച്ചാണ്, മുഅ്മിനീങ്ങൾക്ക് നൽകിയ സഹായത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങൾക്ക് ഏതൊരു കാലഘട്ടത്തിലും അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുക, ഒന്ന് അവർ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും അതേപോലെ തന്നെ തഖ്വയുള്ള ജീവിതം അവരിൽ ഉണ്ടായിത്തീരുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ ഗൈബിയായ അഥവാ അദൃശ്യമായ സഹായം മുഅ്മിനീങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദറിലേത്. ഇന്നലെ നമ്മൾ ഉഹദിൻ്റെ സംഭവം കേൾക്കുകയുണ്ടായി. ഉഹദിൽ ആദ്യം മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നല്ല വിജയം ലഭിച്ചു. രണ്ടാമത് കടുത്ത പരാജയം വന്നു. ആ പരാജയത്തിൻ്റെ കാരണവും ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ് തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബി3,000 മിനൽ മലായികത്തി മുൻസലീൻ. നബിയെ, താങ്കൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കണേ. അഥവാ ഹിജ്റ 2-ാം വർഷം ബദറിൽ പങ്കെടുത്ത, ബദറിൽ പോരാടിയ ആ സമയം അങ്ങ് മുഅ്മിനീങ്ങളോട് പറഞ്ഞ ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കണേ. എന്താ പറഞ്ഞത്? അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബി3,000 മിനൽ മലായികത്തി മുൻസലീൻ. നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കുറഞ്ഞ സൈന്യമായിരുന്നല്ലോ ബദറിൽ മുഅ്മിനീങ്ങളുടേത്. എത്രയായിരുന്നു മുഅ്മിനീങ്ങളുടേത്? ബദറിൽ എത്രയായിരുന്നു? 313. ഉഹദിലോ? ഉഹദിൽ എത്രയായിരുന്നു?
ഒന്ന് ഉറക്ക പറയും. 1000 പോയതാ, 300 പിന്തിരിഞ്ഞു പോയി, ബാക്കി എത്രയായിരുന്നു? 700 പക്ഷെ അള്ളാഹുവിന്റെ സഹായം ബദറിൽ അള്ളാഹു പറഞ്ഞു, 3000 മലക്കുകളെ ഞാൻ ഇറക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, മുഅ്മിനീങ്ങളെ സഹായിക്കാൻ വേണ്ടി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിൽ ഇസ്ലാമിനെതിരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ മുസ്ലിം പക്ഷത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലാഹു മലക്കുകളെ ഇറക്കി യുദ്ധം ചെയ്യിപ്പിച്ച ഒരേ ഒരു യുദ്ധം അത് ബദർ യുദ്ധമാണ്. ഹുനൈനിന്റെ സമയത്ത് മലക്കുകൾ ഇറങ്ങുകയുണ്ടായി. ഹുനൈൻ യുദ്ധ സമയത്ത് മലക്കുകൾ ഇറങ്ങുകയുണ്ടായി. പക്ഷേ അവർ യുദ്ധം ചെയ്തില്ല, യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടില്ല. ഈ 2 സന്ദർഭങ്ങളിലാണ് മലക്കുകൾ ഇറങ്ങുകയും എന്നാൽ മലക്കുകൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും മലക്കുകൾ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് യുദ്ധത്തിൽ മാത്രമാണ്? ബദർ യുദ്ധത്തിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബലാ, തീർച്ചയായും ഇൻ തസ്ബിറൂ വ തത്തഖൂ, നിങ്ങൾ സഹനത അവലംബിക്കുകയും നിങ്ങൾ ശത്രുക്കളെ കാണുമ്പോൾ പേടിച്ചോടാതെ വിരണ്ടോടാതെ നിങ്ങൾ ക്ഷമയോടെ നിൽക്കുകയും വ തത്തഖൂ, അതേപോലെ തന്നെ തഖ്വയുള്ള ജീവിതമാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ വയതൂകും മിൻ ഫൗരിഹിം ഹാദാ, ഇപ്പം ഉടനെ തന്നെ ശത്രുക്കൾ, ഈ നിമിഷം ശത്രുക്കൾ നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങൾ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, നിങ്ങൾ അതിന് ഒരുങ്ങിയിട്ടില്ല, നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല, സൈന്യം തയ്യാറായിട്ടില്ല, ഒന്നും തയ്യാറായിട്ടില്ല. ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് ശത്രുക്കൾ ആഞ്ഞടുക്കുകയാണ്, അല്ലെങ്കിൽ ശത്രുക്കൾ എത്തിപ്പെടുകയാണ് എങ്കിൽ ഹാദാ യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലക്കുകളെ നിങ്ങളുടെ സഹായത്തിനായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് അല്ലാഹു ഇറക്കി തരും. വെറും മലക്കുകളെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. മിനൽ മലായികതി മുസവ്വിമീൻ, അഥവാ പ്രത്യേകം അടയാളമുള്ളവരായിരിക്കും ആ മലക്കുകൾ. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് മലക്കുകളാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമാറ് 5000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി. ഇപ്പൊ ഉടനെ ശത്രുക്കൾ വരികയാണെങ്കിൽ പോലും അവൻ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്ത് വേണം? ഈ 2 മഹിതമായ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ ഖുർആനിലൂടെ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം ബദറിൽ ഇറങ്ങിയ മലക്കുകളുടെ വേഷം എന്തായിരുന്നു. ബദറിൽ ഇറങ്ങിയ മലക്കുകളുടെ വേഷം, അവരുടെ അടയാളം എന്തായിരുന്നു? അവര് വെള്ള വസ്ത്രം ധരിച്ചിരുന്നു. ഒരു റിവായത്തിൽ അവർ വെള്ള തലപ്പാവ് ധരിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അവർ പറയുന്നത് കറുത്ത തലപ്പാവാണ് അവർ ധരിച്ചിരുന്നത്. മലക്കുകൾ ധരിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ ഇറങ്ങിയ മലക്കുകളെ തിരിച്ചറിയാനുള്ള അടയാളവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഭൂമി ലോകത്തിലേക്ക് ഇറക്കിയത്. എന്തിനു വേണ്ടിയാണ്? വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാക്കി തരാൻ വേണ്ടിയാണ്. വലിതത്മഇന്ന ഖുലൂബുകും ബിഹി, നിങ്ങൾ പതറിപ്പോകാതെ നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തമാക്കി തരുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് സന്തോഷം, മനസ്സിന് കുളിർമയും ആനന്ദവും സന്തോഷം നൽകാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തതയും സമാധാനവും നൽകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി സഹായിക്കുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. യഥാർത്ഥ സഹായം
ഒറിജിനൽ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആയത്ത് നിർത്തിയത് അങ്ങനെയാണ്. ഏത് കാലത്തും യുക്തിജ്ഞനായ പ്രതാപിയായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ലാതെ വേറൊരു സഹായം നിങ്ങൾക്ക് കിട്ടുകയില്ല. ഒറിജിനൽ സഹായം അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് സഹായം ഉണ്ടാവുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയും ഈ സഹായത്തെ അള്ളാഹു തആല വാഗ്ദാനം ചെയ്തതും എന്തിനു വേണ്ടിയാണ്? ഒന്നാമത്തെ കാര്യം, സത്യനിഷേധികളിൽ നിന്നുള്ള സംഘത്തെ ഒന്നുകിൽ ഉന്മൂലനം ചെയ്യുകയോ അതല്ലെങ്കിൽ അവർ ആശയറ്റ് പിന്തിരിഞ്ഞ് സ്വയം ഒതുങ്ങിത്തീരുന്നതിനോ അല്ലെങ്കിൽ ഓടിപ്പോകുന്നതിനോ അവർ മാറിപ്പോകുന്നതിനോ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സഹായങ്ങൾ ചില ഘട്ടങ്ങളിൽ മലക്കുകളിലൂടെ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഹായിച്ച അല്ലാഹ് ഇപ്പോഴും ഈ ഉമ്മത്തിനെ സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിനെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ കണ്ടീഷൻ ഉണ്ട് അവിടെ. അള്ളാഹു കഴിഞ്ഞ നമ്മൾ ഇന്നലെ കേട്ട ആയത്തിലും അതിന് മുമ്പത്തെ ആയത്തിലും ഇത് ആവർത്തിച്ചു. ഉഹദിൽ ആവർത്തിച്ചു, ബദറിൽ ആവർത്തിച്ചു. ഒരേ ഒരു വാക്ക്, ഇൻ തസ്ബിറു വതത്തഖു വഇൻ തസ്ബിറു വതത്തഖു. നിങ്ങൾ സഹനത അവലംബിക്കണം, ക്ഷമയോടെ നിലയുറക്കണം. ക്ഷമയോടെ നിങ്ങൾ നിലയുറക്കണം. ചഞ്ചലിപ്പുണ്ടാകരുത്. ശത്രുക്കളുടെ ആധിക്യം കേൾക്കുമ്പോൾ, അവരുടെ ആരവം കേൾക്കുമ്പോൾ, അവരുടെ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം. പിന്നെയോ രണ്ടാമത് അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാണ്, എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള ഭയഭക്തിയുണ്ട്, നിങ്ങൾക്ക് തഖ്വയുണ്ട്. ആ തഖ്വയുടെയും അടിസ്ഥാനം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. അല്ലാഹു അവന്റെ സഹായം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി പരിശ്രമിക്കാം. വന്നു ചേരും നല്ലത്. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. സഹനത, ക്ഷമ അവലംബിക്കുക. രണ്ടാമത്തത് തഖ്വയുള്ള ജീവിതം. തഖ്വയുള്ള ജീവിതം എല്ലാം, തഖ്വ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാം, കൊടുക്കൽ വാങ്ങൽ ഇടപാട്, നമ്മുടെ ദൈനംദിനം, നമ്മുടെ വർത്തമാനം, നമ്മുടെ നടത്തം, ഇരുത്തം, കുടുംബജീവിതം, വ്യക്തിജീവിതം എന്ന് വേണ്ട നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും അല്ലാഹുവിൻ്റെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും കൽപ്പനയ്ക്ക് വിധേയമാക്കി കൊണ്ടിട്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട്, പടച്ചവനെ സൂക്ഷിച്ചു കൊണ്ടിട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിന്റെ സഹായം വരുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين وما جعله الله إلا بشرى لكم
ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. بارك الله لنا ولكم في القرآن الذي ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.